الحمد لله الملك الحق المبين ذي القوة المتين، والصلاة والسلام على سيدنا محمد الصادق الوعد الأمين وعلى آله وصحبه أجمعين. أما بعد، أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يختص برحمته من يشاء. صدق الله مولانا العظيم. സമയം നോക്കട്ടെ, സമയം നോക്കുകയാണ്, അല്ലെങ്കിൽ ഏരിയ പ്രശ്നം ഉണ്ടാക്കി. ബഹുമാനികളെ, ഒരിക്കൽ കൂടി ബഹുമാനപ്പെട്ട നമ്മുടെ പ്രിയങ്കരനായ ശൈഖുനാ അലിക്കുട്ടി ഉസ്താദിന്റെ അനുസ്മരണ യോഗത്തിൽ പങ്കെടുക്കാൻ ഈ സ്ഥലത്ത് തന്നെ സാധിച്ചതിൽ വലിയ സന്തോഷവും അതിന് തൗഫീക്ക് നൽകിയ അള്ളാഹുവിനെ അങ്ങേയറ്റം സ്തുതിക്കുകയും അതിനുവേണ്ടി അവസരം നൽകിയ സംഘാടകരെ അഭിനന്ദിക്കുകയും ചെയ്യുന്നു. അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ. ഇവിടെ പ്രത്യേകം നിശ്ചയിക്കപ്പെട്ട പഠന ക്ലാസുകൾ ഉസ്താദ് ആലിക്കുട്ടി മുസ്ലിയാരെ സംബന്ധിച്ച് സമഗ്രമായി ചർച്ച ചെയ്യപ്പെടുന്ന, വിശദീകരിക്കപ്പെടുന്ന, അനുസ്മരിക്കപ്പെടുന്ന ഓരോ വിഷയങ്ങളും വേർതിരിച്ചുകൊണ്ട് കാര്യങ്ങൾ വിലയിരുത്തപ്പെടുന്ന സന്ദർഭമാണിപ്പോൾ. ഇനിയും വിഷയങ്ങൾ ബാക്കിയാണ്. അങ്ങനെയുള്ള ഈ സന്ദർഭത്തിൽ ദീർഘിച്ച് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. തുടങ്ങുമൊന്ന് വരണം എന്ന് കരുതിയതായിരുന്നു. ഒരു മരണം നാടിൻ്റെ അടുത്ത് നമുക്ക് വളരെ വേണ്ടപ്പെട്ട പ്രധാനപ്പെട്ട ഒരു പണ്ഡിതൻ മുഹമ്മദ് മുസ്ലിയാർ എന്ന് പറയും. അദ്ദേഹത്തിൻ്റെ മരണം അറിഞ്ഞ് അവിടെ പോകേണ്ടി, നിസ്കരിച്ച് പങ്കെടുക്കേണ്ടി വന്നത് കൊണ്ടാണ് അത്ര വൈകിയത്. ബഹുമാനപ്പെട്ട ഉസ്താദിനെ സംബന്ധിച്ചിടത്തോളം, ആലിക്കുട്ടി ഉസ്താദിനെ സംബന്ധിച്ചിടത്തോളം നമുക്കിപ്പോൾ മനസ്സിലായ ഒരു കാര്യം, അദ്ദേഹം വലിയ ഒരു ഭാഗ്യവാനാണ്. വലിയ ഹല്ല്, വലിയ ഭാഗ്യം സിദ്ധിച്ച ഒരു വ്യക്തിത്വത്തിന്റെ ഉടമയാണ്. ഇപ്പൊ ഓരോ ആളുകളും ഇവിടെ ചർച്ച ചെയ്യുന്നതും പഠനം നടത്തുന്നതും ചിന്തിച്ചു കൊണ്ടിരിക്കുന്നതും, ഒരു മനുഷ്യൻ, നമ്മളുടെ ഇടയിൽ ജീവിച്ച ഒരു വ്യക്തിത്വം ഇത്ര വലിയ ഒരു ഭാഗ്യം അദ്ദേഹത്തിനുണ്ടാവാനുണ്ടായ കാരണങ്ങൾ എന്തൊക്കെയാണ് എന്നതിനെ സംബന്ധിച്ചാണ്. ഓരോ ആളുകളും അവർക്ക് മനസ്സിലായ കാര്യങ്ങൾ, അവരറിഞ്ഞ കാര്യങ്ങൾ അവർ വിശദീകരിക്കും. എല്ലാം കൂടി കൂടുമ്പോൾ കുറേ കാര്യങ്ങൾ നമ്മൾക്ക് മനസ്സിലാവും. ആയിരക്കണക്കിനുള്ള ഖത്മുകളും ലക്ഷക്കണക്കിനുള്ള ദിക്റുകളും എത്രയോ മജ്ലിസ്, ദുആന്റെ മജ്ലിസുകളും ഇത്രയും ദിവസമായിട്ടും തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതൊക്കെ കബൂൽ ചെയ്ത് അദ്ദേഹത്തിന്റെ ദർജ അള്ളാഹു ഉയർത്തി കൊടുക്കുമാറാവട്ടെ എന്ന് ദുആ ചെയ്യുകയാണ് നമ്മൾക്കുള്ളത്. വേറൊന്നും ചെയ്യാൻ കഴിയുമല്ലോ. ഇത്രയും വലിയ മഹാഭാഗ്യത്തിന്റെ ഉടമയായത് എന്തുകൊണ്ട്? അദ്ദേഹം സമസ്ത കേരള ജമിയത്തുൽ ഉലമായുടെ ജനറൽ സെക്രട്ടറി ആയിരുന്നു.
അത് കാരണങ്ങളിൽ ഒന്നാണ്. തെന്നിന്ത്യയിലെ ഏറ്റവും വലിയ മതകലാലയമാകുന്ന ജാമിയ നൂരിയ അറബിക് കോളേജിന്റെ പ്രഗത്ഭനായ പ്രിൻസിപ്പാളായിരുന്നു. അത് മറ്റൊരു കാരണമാണ്. അതിൻ്റെ എല്ലാം പുറമെ അദ്ദേഹത്തിന്റെ ഒരു പ്രത്യേകമായ വ്യക്തിത്വം, ആ വ്യക്തിത്വത്തെ എങ്ങനെ വിശദീകരിക്കാൻ സാധിക്കും? ആ വ്യക്തിത്വം എങ്ങനെ ഒരാളിൽ ഉണ്ടാവും? അദ്ദേഹം സാധാരണ നമ്മളുടെ കൂട്ടത്തിൽപ്പെട്ട ഒരു വ്യക്തിയാണല്ലോ. അദ്ദേഹത്തിന്റെ മനസ്സ്, ആ മനസ്സിൽ നിന്നുണ്ടാകുന്ന അദ്ദേഹത്തിന്റെ ബാഹ്യമായ പ്രകടനങ്ങൾ, അത് മറ്റുള്ളവരെ ആകർഷിക്കുന്ന ഒന്നായിരുന്നു. അദ്ദേഹത്തിലേക്ക് മറ്റുള്ളവരെ ആകർഷിക്കുന്ന ഒരു രീതിയിലായിരുന്നു എന്ന് മൊത്തത്തിൽ നമ്മൾക്ക് പറയാൻ സാധിക്കും. എങ്ങനെയാണ് ഈ ആകർഷിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാകുന്നത് എന്നതാണ് വിഷയം. മൊത്തത്തിൽ പറയാൻ പ്രയാസമല്ല. ലുഖ്മാനുൽ ഹക്കീം തന്റെ മകനോട് ഉപദേശിച്ചപ്പോൾ പറഞ്ഞൊരു വാചകമാണത്. നീ നിന്നെ മനസ്സിലാക്കുക, എന്നാൽ നിനക്ക് വലിയ ഉപകാരം ചെയ്യും. അത് ഓരോ ആളുകളും അവനെ മനസ്സിലാക്കണം. അതില്ലാത്തതാണ് എല്ലാ തകരാറുകൾക്കും കാരണം. അവന്റെ ഫഖർ, അവന്റെ അജ്സ്, അവന്റെ ദുഅഫ്, അവന്റെ ബലഹീനത, അവൻ ഒന്നുമല്ല. എല്ലാവരുടെ മനുഷ്യരുടെ കൂട്ടത്തിൽ ഒരു മനുഷ്യനാണ് ഞാൻ. ഇവിടെ ലക്ഷോപലക്ഷം കോടാനുകോടി മനുഷ്യൻ കഴിഞ്ഞു പോയവരുണ്ട്, ജീവിച്ചിരിക്കുന്നവരുണ്ട്, വരാനിരിക്കുന്നവരുണ്ട്. ഈ മനുഷ്യരിൽപ്പെട്ട ഒരു മനുഷ്യൻ ഞാൻ, അല്ലാതെ എനിക്കെന്താണുള്ളത് എന്ന ഒരു വിചാരം നമുക്കുണ്ടാവണം. ജീവികളിൽപ്പെട്ട ഒരു ജീവി, അള്ളാഹുവിന്റെ മഖ്ലൂക്കാത്തിൽപ്പെട്ട ഒരു മഖ്ലൂക്ക്, ഒരു സൃഷ്ടി, സൃഷ്ടികളിൽപ്പെട്ട ഒരു സൃഷ്ടി. അല്ലാതെ വേറെന്താണ്? എന്താണ് നമുക്കുള്ളത്? ഒന്നുമില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകുന്നതെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ ഔദാര്യമായി നൽകുന്നതാണ്. ഒരവകാശവാദം ഉന്നയിക്കാൻ ഒരാൾക്കും സാധ്യമല്ല. ഞാൻ ഇന്നവനായതുകൊണ്ടാണ്. ആരാണ് അവനെ ഇന്നവനാക്കിയത്? അല്ലാഹു. ഞാൻ ഇന്ന പ്രവൃത്തി ചെയ്തത് കൊണ്ടാണ്. അവകാശപ്പെടാൻ നിർവാഹമില്ല. ആ ഇന്ന പ്രവൃത്തി അവനെ കൊണ്ട് ചെയ്യിപ്പിച്ചത് ആരാണ്? അല്ലാഹു. എനിക്ക് ഇന്ന മഹത്വങ്ങൾ ഉണ്ടായത് കൊണ്ടാണ് എന്നവകാശപ്പെടാൻ നിർവാഹമില്ല. ആ മഹത്വങ്ങൾ അവനിക്ക് നൽകിയത് ആരാണ്? അല്ലാഹു. അങ്ങനെ ചിന്തിക്കുമ്പോൾ എന്തിനധികം പറയുന്നു, അവനെ ഇല്ലായ്മയിൽ നിന്ന് സൃഷ്ടിച്ചത് ആരാണ്? അല്ലാഹു. അവനെ സൃഷ്ടിച്ചതിന്റെ ശേഷം ഓരോ സെക്കൻഡിലും അവനെ നിലനിർത്തുന്നത് ആരാണ്? അല്ലാഹു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു നിമിഷ നേരം ഈ പ്രപഞ്ചത്തെ തൊട്ട് അല്ലാഹു തിരിഞ്ഞു കളഞ്ഞാൽ ശൂന്യമായി.
ഈ കാണുന്ന വലിയ ലോകം, ഈ വലിയ ലോകത്തെ തൊട്ട് ഇതിന്റെ സൃഷ്ടാവായ, ഇതിനെ നിലനിർത്തിപ്പോരുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആല റബ്ബുൽ ആലമീൻ, സർവസ്തുതിയും അവനാണ്. അവൻ ലോകത്തിന്റെ രക്ഷിതാവാണ്, അതിന്റെ സൃഷ്ടാവാണ്, അതിനെ നിലനിർത്തുന്നവനാണ്. അവൻ ഹയ്യുൻ ഖയ്യൂമ, അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവ, അവനില്ലാതെ ഇലാഹില്ല. അൽ ഹയ്യുൽ ഖയ്യൂം, അവൻ ഹയ്യാണ്, ഖയ്യൂമാണ്. അവന്റെ ഖയ്യൂമിയത്ത് കൊണ്ടാണ് ഈ പ്രപഞ്ചവും അതിലുള്ള സകലവും നിലനിൽക്കുന്നത്, അല്ലാഹുവിന്റെ ഖയ്യൂമിയത്ത് കൊണ്ടാണ്. പിന്നെ മനുഷ്യൻ എന്താ ഉള്ളത്? മറ്റു ജീവികൾക്ക് എന്താണുള്ളത്? ഒന്നുമില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു നിമിഷ നേരം തിരിഞ്ഞു കളഞ്ഞാൽ ശൂന്യമായി. കാനല്ലാഹു അഹദ ലാ ശൈഅ മഅ. അത് കുരുടൻ എന്ന് പറയും. കുരുടൻ മക്കാം എന്നാണ് ഇതിന് പറയാ. മർത്തബത്തുൽ അമാ, കുരുടൻ മർത്തബ എന്നാ അതിന് പറയാ. കാണാൻ ആളില്ലാത്ത മർത്തബ. അങ്ങോട്ട് രോഗം മാറും. അള്ളാഹു മാത്രം, മറ്റാരുമില്ല. അള്ളാഹുവിന്റെ സമദാനിയത്ത് കൊണ്ട് സൂറത്തുൽ ഇഖ്ലാസിൽ അള്ളാഹു വാഹിദാണ്. വാഹിദും അഹദുമായ അല്ലാഹു സുബ്ഹാനഹു വ തആല സമദാണ്. അവന്റെ സമദാനിയത്ത്. എല്ലാവരും അള്ളാഹുവിനെ ആശ്രയിക്കുന്നു, അള്ളാഹു ആരെയും ആശ്രയിക്കുന്നില്ല. അങ്ങനെ അള്ളാഹുവിന്റെ സമദാനിയത്തും അള്ളാഹുവിന്റെ ഖയ്യൂമിയത്തും അതെല്ലാം കൂടി ചേർന്നുകൊണ്ട് ഈ പ്രപഞ്ചത്തിനെയും അതിലുള്ള സകല വസ്തുക്കളെയും അള്ളാഹു നിലനിർത്തുന്നു. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല മുസബ്ബിബുൽ അസ്ബാബാണ്. കാര്യകാരണ ബന്ധങ്ങൾക്ക് അധീനമായിക്കൊണ്ട് ഈ പ്രപഞ്ചത്തിലുള്ള സകല കാര്യങ്ങളെയും അല്ലാഹു നിയന്ത്രിച്ചു കൊണ്ടിരിക്കുകയാണ്. കാരണങ്ങൾ നിശ്ചയിച്ചവൻ അല്ലാഹു ആണ്. അതിനനുസരിച്ച് കാര്യങ്ങളെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്. അപ്പൊ എല്ലാത്തിനും കാരണങ്ങൾ ഉണ്ടാവും. അള്ളാഹു നിശ്ചയിച്ച കാരണങ്ങൾ. ബഹുമാനപ്പെട്ട ഉസ്താദ് അവറുകൾക്ക് ഇത്രയും വലിയ മഹത്വവും ഖബൂലിയത്തും ഭാഗ്യവും, ഭാഗ്യം എന്നേ ഇപ്പൊ പറയുന്നുള്ളൂ. ഇത്ര വലിയ ഭാഗ്യം കിട്ടാൻ എന്താണ് കാരണം? അദ്ദേഹത്തിന്റെ സ്വഭാവ മഹിമ, അദ്ദേഹത്തിന്റെ ജീവിത രീതി, ആകർഷണീയമായ ഒരു സ്വഭാവ മഹിമ അല്ലാഹു തആല അദ്ദേഹത്തിന് പ്രദാനം നൽകിയിട്ടുണ്ട്. അത് വരച്ച് കാണിക്കാൻ കുറച്ച് പ്രയാസമുണ്ട്. അത് പഠിച്ച് മഹാന്മാരിലൂടെ പഠിച്ച് മനസ്സിലാക്കേണ്ട കാര്യമാണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ച് അല്ലാഹു പറഞ്ഞു, വഇന്നക ലഅലാ ഖുലുഖിൻ അദീം, വലിയ സ്വഭാവത്തിന്റെ ഉടമയാണ്. ആ സ്വഭാവത്തിന്റെ ഉടമയായതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഭാവങ്ങൾ വിശുദ്ധ ഖുർആന്റെ പല സ്ഥലങ്ങളിലായി അല്ലാഹു വിശദീകരിച്ചിട്ടുണ്ട്, ഉപദേശിച്ച് കൊടുത്തിട്ടുണ്ട്. ആരെങ്കിലും ഇങ്ങോട്ട് വല്ല വേണ്ടാത്ത കാര്യങ്ങളും ചെയ്യുകയാണെങ്കിൽ അതിനെങ്ങനെയാണ് പ്രതിരോധിക്കേണ്ടത്, അതിനെങ്ങനെയാണ് തടുക്കേണ്ടത്? ബില്ലത്തിഹി അഹ്സൻ, ഏറ്റവും നല്ല മാർഗത്തിൽ കൂടി. അങ്ങനെ ചെയ്താൽ ഫൈദല്ലദീ ബൈനക വബൈനഹു അദാവത്തുൻ കഅന്നഹു വലിയ്യുൻ ഹമീം. എത്ര വലിയ ശത്രുക്കളായിരുന്നാലും ഏറ്റവും അടുത്ത മിത്രം, സുഹൃത്തുക്കളായിട്ട് മാറും. അതുകൊണ്ട് ആ ഉത്തമ സ്വഭാവം അതാണ്. വലൗ കുൻത ഫദ്ദൻ ഗലീദൽ ഖൽബി ലംഫദ്ദു മിൻ ഹൗലിക. ഒരൊറ്റ ഹൃദയം, കട്ടിയുള്ള ഹൃദയം, ഖനം. ഓന്റെ ഖൽബിന്, ഓന്റെ മനസ്സിന് ഭയങ്കര ഖനാന്ന് പറയില്ലേ നമ്മള്. ആ ഖനുള്ള കട്ടിയുള്ള ഒരൊറ്റ സ്വഭാവത്തിലാണെങ്കിൽ ലംഫദ്ദു മിൻ ഹൗലിക, ഒരാളും കൂടെ ഉണ്ടാവില്ല. പിന്നെ മഫ്ഹൂം എന്താണ് അതിന്റെ പൊരുള്? നല്ല മിനുസമായ ഹൃദയം, നല്ല താഴ്മയുടെ മനസ്സ്, എല്ലാവരോടും നല്ല പെരുമാറ്റം. അങ്ങനെ ആയാൽ ലംഫദ്ദു മിൻ ഹൗലിക,
ചുറ്റുഭാഗത്തുള്ള ആളുകളൊക്കെ പിരിഞ്ഞ് അങ്ങോട്ട് പോകുമെന്ന് പറഞ്ഞതിന്റെ മഫ്ഹൂം എന്താ? ലോകത്തിന്റെ ഏത് ഭാഗത്തുള്ള ആളുകളും നിന്നിലേക്ക് ഇങ്ങോട്ട് വരും. അപ്പൊ എല്ലാവരുടെ മനസ്സും നിന്നിലേക്ക് വരും. ഖുർആന്റെ ഉപദേശമാണ്. അപ്പോ അങ്ങനെയുള്ള ഒരു നല്ല ഒരു മനസ്സ്, വൈദാ ഖാതബഹുമുൽ ജാഹിലൂന ഖാലൂ സലാമ, വേണ്ടാത്തത് പറഞ്ഞാൽ നല്ല വാക്കുകൊണ്ട് അതിന് മറുപടി കൊടുക്കും. ഇങ്ങനെയുള്ള അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഭാവങ്ങൾ നമ്മൾ പരിശോധിച്ചാൽ ആ ഭാഗങ്ങൾ നമ്മൾ ഹദീസിന്റെ ഗ്രന്ഥങ്ങളിലൊക്കെ നമ്മൾ നോക്കിയാൽ നമ്മൾക്ക് വലിയ പാഠങ്ങൾ ഉണ്ടാവും. അപ്പോൾ ആ ഒരു സ്വഭാവത്തിന്റെ ആകർഷണീയമായ ഫളൻ ഖലീദുൽ ഖൽബ് അല്ലാത്ത അതിന്റെ ഓപ്പോസിറ്റിൽ എന്താണോ പറയേണ്ടത് അതിന്റെ വാചകങ്ങൾ കണ്ടുപിടിച്ചാൽ മതി. അങ്ങനെയുള്ള ഒരു സ്വഭാവ മഹിമയുടെ ഗുണത്തിന്റെ ഉടമയായിരുന്നു അദ്ദേഹം എന്ന് നമ്മൾക്ക് മനസ്സിലാകുന്നു. ഇത്രയും വലിയ മഹാഭാഗ്യവും ഇത്ര വലിയ നേട്ടവും അദ്ദേഹത്തിന് ഉണ്ടാകാനുണ്ടായ കാരണം ഏതായിരുന്നാലും അദ്ദേഹത്തിന്റെ ഈ മഹാഭാഗ്യം നമ്മളാരും ഇത്രമാത്രം പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇത്ര വലിയ ഭാഗ്യത്തിന്റെ ഉടമയാണെന്നുള്ളത് അല്ലാഹു സുബ്ഹാനഹു വ തആല കബൂൽ ചെയ്യുമാറാവട്ടെ. ഭാവിയിൽ അദ്ദേഹത്തിന്റെ സ്വഭാവം അതുപോലെയുള്ള നമ്മളുടെ മഹത്തുക്കളുടെ സ്വഭാവങ്ങൾ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമായുടെ നയിച്ച മഹത്തുക്കളായ നിരവധി ഉലമാക്കളുണ്ട്, സാദാത്തുക്കളുണ്ട്. എല്ലാവരെയും ചേർത്ത് പിടിക്കുന്ന സ്വഭാവം. ബഹുമാനപ്പെട്ട ആലിക്കുട്ടി ഉസ്താദ്, ബഹുമാനപ്പെട്ട സയ്യിദുമാരെ ചേർത്ത് പിടിക്കുന്ന ആളായിരുന്നു. ബഹുമാനപ്പെട്ട ഉമറാക്കൾ, ഉലമാക്കൾ, സാധാരണക്കാർ എല്ലാവരിൽ ഒരുവനായി എല്ലാവരോട് കൂടെ നിന്ന് എല്ലാവരെയും ചേർത്ത് പിടിച്ച് ഈ സമൂഹത്തെ ഒരു നൂലിൽ കോർത്തിണക്കി ഈ സമൂഹത്തിന്റെ വിവിധങ്ങളായ ആളുകളുണ്ടാകും, വിവിധ സ്വഭാവക്കാരുണ്ടാവും. എല്ലാവരെയും എല്ലാ സ്വഭാവത്തിലുള്ള ആളുകളെയും അദ്ദേഹം ആദർശത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് ആദർശത്തിൽ യാതൊരു വിട്ടുവീഴ്ചയും ചെയ്യാതെ എല്ലാവരെയും ഒരു മാലയിൽ കോർത്തിണക്കി എല്ലാവരുടെ മുഖത്തും നോക്കി സന്തോഷം പങ്കിട്ട്, ഒരാളെ കാണുമ്പോ ഒരു മുഖം, മറ്റേയാളെ കാണുമ്പോ വേറൊരു മുഖം, അങ്ങനെയല്ല. ഇതെന്ന് പറഞ്ഞാൽ മുഖം കൊണ്ടുണ്ടാകണതല്ല, അത് ഖൽബിലുണ്ടാവണം, ഹൃദയത്തിലുണ്ടാകണം. ആ ഹൃദയത്തിൽ നിന്നിട്ട് നിർഗളിച്ച് അത് മുഖത്ത് ഇങ്ങോട്ട് വന്നു ചേരണം. അങ്ങനത്തെ ഒരു മനസ്സും അങ്ങനത്തെ ഒരു ചിന്തയും അങ്ങനത്തെ ഒരു മുഖവും അദ്ദേഹത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയതാണ്. അള്ളാഹു നൽകിയ ഒരു നിഅമത്താണ്. ആ നിഅമത്ത് അത് പ്രകടമായി ഈ മഹാഭാഗ്യം അദ്ദേഹത്തിന് അള്ളാഹു കരസ്ഥമാക്കി കൊടുത്തു. അൽഹംദുലില്ലാഹ്. ഈ ആയിരക്കണക്കിനുള്ള ഖത്മുകൾ, ലക്ഷക്കണക്കിലുള്ള ദിക്റുകൾ, ഡസക്കണക്കിലുള്ള നൂറുകണക്കിലുള്ള ദിക്റിന്റെ മജ്ലിസുകൾ, പിന്നീട് നാലാമത്തൊരു സംഗതി അദ്ദേഹത്തിന്റെ ശിഷ്യഗണങ്ങൾ ലോകത്തിന്റെ എല്ലാ ഭാഗത്തുമുണ്ട്. പിന്നെ മറ്റൊരു സംഗതി അഞ്ചാമതായി പറഞ്ഞ, എല്ലാവരും വിചാരിക്കുന്നത് ഞങ്ങളാളാണ് ആലിക്കുട്ടി മുസ്ലിയാർ എന്നാണ്. അങ്ങനെ പറയാനുള്ള ഒരു അവസ്ഥ ഉണ്ടാക്കണം. ഞങ്ങളാളാണ്, എല്ലാവരും പറയാം ഞങ്ങളാളാണ്. അങ്ങനെ പറയാനുള്ള ഒരു അവസ്ഥയാണ് മനസ്സിനുണ്ടാകുന്നത്. അയാൾ അങ്ങനെയാണ്, അയാൾ അങ്ങനെയല്ല എന്ന് പറയുന്ന ആ അവസ്ഥയല്ല, ഞങ്ങളുടെ ആളാണ് എന്ന് വെച്ചാൽ എല്ലാവർക്കും ഉപകാരം ചെയ്യുന്ന ഒരു മനുഷ്യൻ, ഉപദ്രവം ചെയ്യാത്ത. അപ്പൊ എല്ലാവരും ആളായല്ലോ. അങ്ങനത്തെ ഒരു മനസ്സ്. എന്താ പറയാ, ഗവേഷണം ചെയ്യന്നെ, പഠിക്കന്നെ. നമ്മളെ വിദ്യാർത്ഥികൾ പഠിക്കട്ടെ. വരും തലമുറ, നമ്മുടെ യുവാക്കള്, ചെറുപ്പക്കാര്, ഈ സമൂഹത്തെ ഭാവിയിൽ നയിക്കാനുള്ള ആളുകൾ പഠിക്കട്ടെ. വെറുതെ എങ്ങനെ ആസ്വദിച്ചാൽ മാത്രം പോരാ, പഠിക്കണം, പകർത്തണം. എന്താ ദിക്രി സ്വാലിഹീന തൻസീലുർ റഹ്മ,
നല്ല മനുഷ്യന്മാരുടെ മഹത്വങ്ങൾ പറയുന്ന സ്ഥലത്ത് അള്ളാഹുവിന്റെ അനുഗ്രഹം ഇറങ്ങുന്നു പറഞ്ഞ ഹദീസിന്റെ വ്യാഖ്യാനത്തിൽ ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ പറഞ്ഞു. എന്താ അങ്ങനെ പറയാൻ കാരണം? അവിടെ റഹ്മത്ത് ഇറങ്ങുമെന്ന് പറഞ്ഞാൽ നല്ല മനുഷ്യന്മാരുടെ മഹത്വങ്ങൾ പറയുമ്പോൾ അതിനോട് പിൻപറ്റാനുള്ള ഒരു മനസ്സുണ്ടാവും ആളുകൾക്ക്. അപ്പൊ ആ പിൻപറ്റി അതുപോലെ അവർ പ്രവർത്തിക്കും. അതാണ് റഹ്മത്തിന്റെ കാരണം. അപ്പൊ അങ്ങനത്തെ ഒരു മനസ്സ് അള്ളാഹു തആല നമ്മൾക്ക് എല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മൾ പഠിക്കണം, നമ്മളുടെ നേതാക്കളെ സംബന്ധിച്ച്, ഉസ്താദന്മാരെ സംബന്ധിച്ച്, അതേ പ്രകാരം മഹത്തുക്കളെ സംബന്ധിച്ച് പഠിച്ച് അവരോട് പിൻപറ്റി ജീവിക്കാനുള്ള ഒരു മനസ്സ് നമ്മൾക്കുണ്ടാകണം. അത് അള്ളാഹു തരണം. അള്ളാഹുവിനോട് നമ്മൾ ദുആ ചെയ്യുക. ഞാൻ നീട്ടി സംസാരിക്കുന്നില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ കൂടലിനെ, ഈ ഒരുമിച്ച് കൂടലിനെ ബഹുമാനപ്പെട്ട നമ്മളുടെ പ്രിയപ്പെട്ട SKSFന്റെ സ്റ്റേറ്റ് കമ്മിറ്റി നേരിട്ട് നടത്തുന്ന ഒരു വലിയ പുണ്യകർമ്മമാണത്. അവരുടെ ഉസ്താദിനെ സംബന്ധിച്ച് SKSFന്റെ നമ്മുടെ പ്രവർത്തകന്മാർ ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിച്ചിരിക്കുകയാണ്. അള്ളാഹു അവരിൽ നിന്നും അത് കബൂൽ ചെയ്യുമാറാവട്ടെ. ഒരുപാട് നല്ല പ്രവർത്തനങ്ങൾ ഇനിയും കാഴ്ച വെച്ച് വളരെ ശക്തമായി സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമായുടെ ആശയ ആദർശങ്ങൾ ഇവിടെ പ്രചരിപ്പിക്കുന്നതിലും നിലനിർത്തുന്നതിലും അതിനുവേണ്ടി അധ്വാനിക്കുന്നതിലും ഇനിയും ഒരുപാട് പ്രവർത്തിക്കാൻ നമ്മളുടെ സംഘടനക്ക് അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുകയാണ്. ഏറിയൊന്നും എനിക്ക് തോന്നണില്ല. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നാ ഫതഹ്നാ ലക ഫത്ഹൻ മുബീന എന്ന പരിശുദ്ധമായ ഖുർആൻ വാക്യം കൊണ്ട് ഈ മുബാറക്കായ മജ്ലിസിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചതായി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു.